എല്ലാവർക്കും നമസ്കാരം. നമ്മുടെയൊക്കെ വീടുകളിൽ പല്ലി, പാറ്റ, എലി ഇതൊക്കെ നിത്യസംഭവങ്ങളാണ്. നമ്മൾ അവയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള വിഷങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ദ്രാവകങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ച് വളരെ ലാഘവത്തോടെയാണ് നമ്മൾ അവയൊക്കെ കൊന്നുകളയുന്നത്. ഇപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ ദിവസം മുഹറം ദിവസം മുംബൈയിൽ നടന്ന ഒരു ഘോഷയാത്രയ്ക്കിടെ വിഷഗുളികകൾ വിതരണം ചെയ്ത് 15,000 പേരെ കൊല്ലാൻ ശ്രമിച്ച ഹയാസ് നിസാറിനെ കുറിച്ചാണ്. മുംബൈയിൽ തന്നെ അന്ന് മുഹറം ഘോഷയാത്രയ്ക്കിടെ വിഷഗുളികകൾ ഇയാൾ വിതരണം ചെയ്തു. 15,000 പേരെ കൊല്ലുക എന്നുള്ളതായിരുന്നു അയാളുടെ ലക്ഷ്യം. വേദന സംഹാരി മരുന്നുകളെന്ന പേരിലാണ് ഇയാൾ വിഷം നിറച്ച ക്യാപ്സ്യൂളുകൾ വിതരണം ചെയ്തത്. ഈ ക്യാപ്സ്യൂളുകൾ വിതരണം ചെയ്ത സമയത്ത് ആളുകളെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ബാച്ച് നമ്പർ, ഉൽപാദന കാലാവധി, തീയതികളും ലൈസൻസും വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആയുർവേദ സപ്ലിമെൻറ്റുകൾക്ക് സമാനമായ രീതിയിലാണ് ഇയാൾ ഗുളികകൾ പാക്ക് ചെയ്തിരുന്നത്. പർപ്പിൾ കളറ് ഗുളികകൾ, വെളുത്ത ഗുളികകൾ, ഇങ്ങനെ ഉള്ള ഗുളികകളാണ് അയാൾ സപ്ലൈ ചെയ്തത്. അതുപോലെ തന്നെ ഗുളികകളുടെ പുറത്ത് ഹെൽത്ത് സപ്ലിമെൻ്റ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സാഷകളിലാണ് അയാൾ ഗുളിക വിതരണം ചെയ്തിരുന്നത്. ഈ ഘോഷയാത്രയിലെ ജനങ്ങൾ ദീർഘദൂരം നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങ് ദീർഘദൂരം നടന്നു കഴിയുമ്പോൾ വേദന സംഹാരി ആവശ്യമായി വരുമെന്നറിയാവുന്നത് കൊണ്ടാണ് ഈ ഘോഷയാത്രാ സംഘത്തെ ലക്ഷ്യം വെച്ചതെന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞത്. ഈ ക്യാപ്സൂളുകൾ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിച്ചത് സിങ്ക് ഫോസ്ഫേറ്റ് എന്ന വിഷമാണ്. ഇത് എലിവിഷം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വിഷമാണിത്, സിങ്ക് ഫോസ്ഫേറ്റ്. അതിലും പോലീസിൻ്റെ വലിയ ഒരു ഇടപെടൽ കൊണ്ട് വലിയ ഒരു ദുരന്തമാണ് ഇതിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ ഒഴിവായത്. ഇപ്പം ഇങ്ങനെയുള്ള ഘോഷയാത്രയൊക്കെ നടക്കുന്ന സമയത്ത് നമുക്കറിയാം, പല ആൾക്കാരും പല സ്ഥലങ്ങളിലും ജനങ്ങൾ വന്ന് നമുക്ക് വെള്ളം തരാറുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ മേടിച്ച് കുടിക്കാറുണ്ട്. പക്ഷെ നമ്മളുടെയൊക്കെ ലോക്കലായിട്ടുള്ള സ്ഥലങ്ങളിൽ നടക്കുമ്പം നമുക്ക് വന്ന് വെള്ളം തരുന്ന ആൾ ആരാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ മുംബൈ പോലുള്ള ഒരു നഗരത്തിൽ ഒരാളിങ്ങനെ നിന്ന് വെള്ളം സപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സപ്ലിമെൻറ്റ് കൊടുക്കുന്നതാണ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഗുളിക കൊടുക്കുന്നു വേദന കുറയാനെന്ന് കേൾക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ആൾക്കാർ പെട്ടെന്ന് ഒരു ബോംബെ പോലുള്ള നഗരത്തിനകത്ത് നമ്മൾ പെട്ടെന്ന് ആൾക്കാരത് വിശ്വസിക്കാൻ സാധ്യയില്ല, എങ്ങനെയാണെന്നൊന്നും ആൾക്കാരത്. ഇതിൽ 11 പേരാണ് ഇപ്പം ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്നത് ഇത് മേടിച്ച് കഴിച്ച്. അപ്പം അയാളുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഇനിയും 15,000 ഉണ്ടാക്കിയിട്ട് വീണ്ടും ഒരു 30,000 ഗുളികകളും കൂടെ ഉണ്ടാക്കണം, ഇങ്ങനെ ജനങ്ങൾക്ക് കൊടുക്കണം, അവരെ കൊല്ലണമെന്നായിരുന്നു അയാളുടെ ഒരു പ്ലാന്. അതിൻ്റെ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ 10,000 ആളുകളെ കൊന്ന് ജിഹാദിലൂടെ സ്വർഗം പോകുക എന്നായിരുന്നു അയാളുടെ ലക്ഷ്യം. നോക്കണേ, നമുക്ക് എന്തുമാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? നിരപരാധികളായ മനുഷ്യരെ കൊലപ്പെടുത്തുന്നതിലൂടെ സ്വർഗം ലഭിക്കുമെന്ന ആശയം ഒരു മതവും മനുഷ്യസ്നേഹവും ന്യായീകരിക്കുന്നില്ല. മനുഷ്യജീവൻ ഏറ്റവും വിലപ്പെട്ടതാണ്. നിരപരാധികളുടെ ജീവൻ അപഹരിക്കുന്നത് ദൈവസേവനമല്ല, മനുഷ്യരാശിക്കെതിരായ കുറ്റമാണത്. വെറുപ്പും തീവ്രവാദ ചിന്തകളും പ്രചരിപ്പിക്കുന്നവരെ സമൂഹം ജാഗ്രതയോടെ തിരിച്ചറിയണം. മതത്തിൻ്റെ പേരിലോ ആശയത്തിൻ്റെ പേരിലോ അക്രമത്തെ ന്യായീകരിക്കാൻ ഒരിക്കലും പാടില്ല. സമാധാനവും പരസ്പര ബഹുമാനവും മനുഷ്യ സ്നേഹവുമാണ് ഒരു നല്ല സമൂഹത്തിൻ്റെ അടിത്തറ. അയാളെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. നമ്മളിതിന് മുമ്പൊരു വാർത്ത നമ്മൾ കേട്ടിരുന്നല്ലോ, ഡൽഹി സ്ഫോടനത്തിൻ്റെ സമയത്ത് റൈസിൻ എന്ന ഒരു മാരകമായ വസ്തു ഉപയോഗിച്ച് ജനങ്ങളെ കൊല്ലുക എന്നൊരു സന്ദേശവും കൊണ്ട് ഒരാൾ ഇറങ്ങിയിരുന്നു. അപ്പം നമ്മൾക്ക് പുറത്തിറങ്ങി നടക്കുമ്പം നമുക്ക് തന്നെ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. പരമാവധി നമ്മൾ ഏത് ഘോഷയാത്രയാണെങ്കിലും എവിടെ പോയാലും നമുക്ക് ആവശ്യമുള്ള വെള്ളവും സാധനങ്ങളും നമ്മൾ കൊണ്ടുപോകുക. ഇങ്ങനെ റോഡ് സൈഡിൽ നിന്നൊക്കെ ആൾക്കാർ
തരുമ്പോൾ നമ്മളത് വാങ്ങിക്കാണ്ടിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ലോക്കലായിട്ട് നടക്കുന്ന സംഭവങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാകും. നമ്മുടെ ലോക്കലായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ വെള്ളവും ഒക്കെ സന്നദ്ധ സംഘടനകളും ഒക്കെ വരാറുണ്ട്. അത് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. പക്ഷേ ഇങ്ങനെയുള്ള വലിയ വലിയ നഗരങ്ങളിലൊക്കെ നമുക്ക് ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പാടാണ്. എന്നാലും ഇങ്ങനെയുള്ള വികല ചിന്താഗതികൾ വച്ചു കൊണ്ട് നടക്കുന്ന ജനങ്ങളോട് അല്ലെങ്കിൽ വ്യക്തികളോട് ഇതുകൊണ്ടൊന്നും ആരും ഒരു മനുഷ്യനെ കൊന്നിട്ടൊന്നും സ്വർഗത്തിലേക്കൊന്നും പോകാമെന്നുള്ള വിശ്വാസം, അതൊക്കെ വെറും വിശ്വാസമാണ്. നിരപരാധികളായ ജനങ്ങളെ ഇതിൻ്റെ പേരിൽ, സ്വർഗത്തിൻ്റെ പേരിൽ കൊന്നൊടുക്കരുത് എന്നുള്ളൊരു അപേക്ഷ മാത്രമാണ് എനിക്കുള്ളത്. താങ്ക് യു.